കസേരയിൽ ഇരുന്നൊന്ന് കണ്ണുയർത്തി നോക്കാൻ പോലും ഭയമാണ്. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ നിലയിലുള്ള ഓഫീസ്, മഴയിൽ നനഞ്ഞു കുതിരുന്ന ചുമരുകൾ. ഇതാണ് തകർന്നു വീണ കോൺക്രീറ്റ് പാളികൾ. ഇതിനിടയിൽ ജീവൻ പണയപ്പെടുത്തി ഭീതിയോടെയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. 56 വർഷം പഴക്കമുണ്ട് തലശ്ശേരിയിലെ വാട്ടർ സപ്ലൈ സബ് ഡിവിഷൻ ഓഫീസിന്. കെട്ടിടത്തിന്റെ ബലക്ഷയം മൂലം വാട്ടർ ടാങ്കിന്റെ പ്രവർത്തനം നിർത്തി. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചോർച്ചയായിരുന്നു. ആർക്കും ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പെരുമ്പാമ്പും പിന്നെ അണലീനൊക്കെ ഇവിടെ ഈ ഓഫീസിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട്. മുകളിൽ ബീമൊക്കെ സാഗ് ചെയ്തിട്ട് പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വലിയൊരു കാറ്റടിക്കാൻ ഞങ്ങൾക്ക് ശബ്ദം കേൾക്കുക, എന്തൊക്കെയോ വീഴുന്നത്. അപ്പോൾ അത്രയും ജീവനിൽ കൊതിയുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങളെ ഇതാക്കാൻ വേണ്ടി വന്നത്. തെരുവ് നായകളുടെ കേന്ദ്രം കൂടിയാണിവിടം. ചുറ്റുമതിൽ തകർന്നു വീണിട്ട് നാളുകളേറെയായി. തലയ്ക്ക് മീതെ അപകടം പതിയിരിക്കുമ്പോഴും നമ്മുടെ ജീവനക്കാരെ കുറിച്ച് സർക്കാരിന് വലിയ ആശങ്കയില്ല. തലശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ജല അതോറിറ്റിക്ക് ഇങ്ങനെ 1 ഏക്കറിലധികം സ്ഥലമുണ്ട്. പക്ഷേ ഈ സ്ഥലം കെട്ടിടം നിർമ്മിക്കാതെ മറ്റൊരു പദ്ധതിക്കായി ഉപയോഗിക്കാനാണ് സർക്കാരിൻ്റെ നിലവിലെ നീക്കം. വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്ത് കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ അക്കാദമി ഓഫ് സോഷ്യൽ സയൻസ് തുടങ്ങാനാണ് സർക്കാർ നീക്കം. നടപടികൾ അതിവേഗമാണ് പുരോഗമിക്കുന്നത്. അപ്പോഴും ജീവനക്കാരുടെ ജീവന് സർക്കാർ വില കൽപ്പിക്കുന്നില്ല. കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് തറ പോലും അതിന്റെ പില്ലർ പോലും താഴ്ന്ന അവസ്ഥയിലേക്ക്, അതിന്റെ ബെൽറ്റ് പോലും താഴ്ന്ന അവസ്ഥയിലേക്കുള്ള ശോചനീയമായിരിക്കുന്ന ഈ സ്ഥാപനം ഇവരെന്നാ കണ്ണു തുറക്കുക? കൂട്ടത്തിലൊരുത്തന് ജീവൻ കൊടുക്കണോ ഇത് ഇവിടെ നിന്ന് മാറ്റാൻ? അല്ലെങ്കിൽ ഒരു പുതിയ സംവിധാനത്തേക്ക് മാറ്റാൻ ഒരുത്തന്റെ ജീവൻ പൊലിയണോ അവിടെ? ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.